എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2-4 സെമസ്റ്റർ FIUGPയും സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായിട്ട് ഇഷ്ടം കാണുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലിലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായും ലൈക്കും കൂടി ചെയ്തത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ കൂടി ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനമായിരിക്കുന്ന വാർത്ത നടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2-4 സെമസ്റ്റർ പരീക്ഷ, അത് FIUGP ആണെങ്കിലും ശരി, സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളാണെങ്കിലും ശരി, എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പറയാനുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2-4 സെമസ്റ്റർ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ, അത് FIUGP ആണെങ്കിലും സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, മെയ് മാസം 7-ാം തീയതിയാണ്. FIUGP 2-ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ 7-ാം തീയതിയാണ്. 2-ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ മെയ് 7-ാം തീയതിയാണ്. FIUGP 4-ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ 7-ാം തീയതിയാണ്. അതേപോലെ തന്നെ 4-ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളും ആരംഭിക്കുന്നത് 7-ാം തീയതി മുതലാണ്. അപ്പോൾ ഇവിടെ 4 സെമസ്റ്റർ പരീക്ഷകളാണ് ഒറ്റ ദിവസം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യാൻ പോകുന്നത്, തുടങ്ങാൻ പോകുന്നത്. ഇലക്ഷനും മറ്റു കാരണങ്ങളൊക്കെ കാരണം മാറ്റിവെച്ച പരീക്ഷകളൊക്കെയാണ് മെയ് മാസം 7-ന് തുടങ്ങാൻ പോകുന്നത്. ഇതിനിടെ പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു സംശയമാണ്, ഈ 4-ാം സെമസ്റ്റർ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് 2-ാം സെമസ്റ്ററിൽ സപ്ലി ഉണ്ടെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് പരീക്ഷ വരുമോ, അല്ലെങ്കിൽ ഇന്നും നാളെയുമായിട്ട് പരീക്ഷ വരുമോ എന്നുള്ള പല സംശയങ്ങളൊക്കെ പല വിദ്യാർത്ഥികളും നമ്മളോട് കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ്. അതുമാത്രമല്ല, ഈ 2-ാം സെമസ്റ്റർ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥിക്ക് 4-ാം സെമസ്റ്ററിൽ സപ്ലി, 4-ാം സെമസ്റ്റർ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥിക്ക് 2-ാം സെമസ്റ്ററിൽ സപ്ലി, അങ്ങനെ പല പ്രശ്നങ്ങളും ഇവിടെ നൽകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ഉത്തരം തരേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. കാരണം ഇപ്പോൾ നോട്ടിഫിക്കേഷനിലൂടെ അറിയിച്ച ഡേറ്റാണ് മെയ് മാസം 7-ന് പരീക്ഷ തുടങ്ങുമെന്നുള്ളത്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് ടൈം ടേബിളും മറ്റു വിവരങ്ങളും വന്നാൽ മാത്രമാണ് പരീക്ഷ എന്ത് ചെയ്യും, ഏതൊക്കെ ദിവസങ്ങളാണ് വരുന്നത്, രാവിലെ ഉച്ചയ്ക്കും പരീക്ഷ വരുമോ, ഇന്നും നാളെയുമായിട്ട് പരീക്ഷ എഴുതേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങൾക്കെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടൊരു ക്ലാരിഫിക്കേഷൻ വരണമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ 4 പരീക്ഷകളുടെയും FIUGP 4-ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും, അതുപോലെ തന്നെ 4-ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷയും, അതുപോലെ തന്നെ FIUGP 2-ാം സെമസ്റ്റർ പരീക്ഷയും, അതുപോലെ തന്നെ 2-ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷയും, ഈ 4 പരീക്ഷകളുടെ ഡീറ്റെയിൽഡ് ടൈം ടേബിൾ പബ്ലിഷ് ചെയ്താൽ മാത്രമാണ് ഈ പരീക്ഷയ്ക്കിടയിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടാകുമോ, അത് വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തരത്തിലുണ്ടാകുമോ എന്നുള്ള കാര്യത്തിനെല്ലാം വ്യക്തമായ രീതിയിൽ ക്ലാരിഫിക്കേഷൻ വരാൻ സാധിക്കും. തീർച്ചയായും പ്രിയ വിദ്യാർത്ഥികളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്താണ്, യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ഇതെല്ലാം നിങ്ങൾ സ്വാഭാവികമാണ്. നിങ്ങളൊരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമല്ല, മറ്റേതൊരു യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും ഈ രീതികളെല്ലാം സ്വാഭാവികമാണ്. ഒരു അക്കാഡമിക് വർഷം ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ യൂണിവേഴ്സിറ്റിയോട് ഇങ്ങനൊരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ പോലും അവർ പറയാൻ പോകുന്ന മറുപടി എന്ന് പറഞ്ഞ ഒരു അക്കാഡമിക് വർഷം അവർക്ക് തീർക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ആ അക്കാഡമിക് വർഷത്തിൽ തന്നെ തീർത്തിട്ട് പോയില്ലെങ്കിൽ വരുന്ന അക്കാഡമിക് വർഷത്തിലെ കാര്യങ്ങൾ കുറച്ച് ഡിലേ വരും. അതുകൊണ്ട് തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ ആ പരീക്ഷ മാക്സിമം എന്ത് ചെയ്യാൻ നോക്കുന്നതെന്ന് മെയിൽ തന്നെ നടത്താനുള്ള തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. കാരണം ഈ അക്കാഡമിക് വർഷം തീരേണ്ട കാര്യം ഇവിടെ തന്നെ തീർത്തിട്ട് പോകാനാണ്. അപ്പം യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് അവർക്ക് ഒന്നുമില്ല, പരീക്ഷകൾ എങ്ങനെയൊന്നും നടത്തണം എന്നുള്ള ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. പക്ഷെ ജയിക്കണം എന്ന ഉത്തരവാദിത്തം ഓരോ വിദ്യാർത്ഥികളുടെയാണ്. അപ്പോൾ പഠിക്കുക, ജയിക്കുക, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ, എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റുകൾ വരുന്നവർക്ക് തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും. പരീക്ഷാ മാറ്റം, ടൈം ടേബിൾ എല്ലാം നിങ്ങളിലേക്ക് അറിയിക്കും. അപ്പോൾ മാക്സിമം ഫോളോ ചെയ്ത് വെക്കുക, മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ കാണുന്നതിന് വേണ്ടി മിസ്കൃത ഫോട്ടോ സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.